ചാനൽ. സോ ഇന്ന് മീഷോ ഫാഷൻ ഹോളാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ മീഷോയിൽ നിന്ന് പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ് ആയിരുന്നു അബൌട്ട് ക്വാളിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാവുമെന്ന്. ബട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റൊക്കെ ആട്ടോ. സോ നമുക്ക് ഓരോ നോക്കിയാലോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് സോളിഡ് ഡിസൈനിൽ വരുന്ന ക്രോപ്പ് ടോപ്പാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ടീഷർട്ട് എന്ന് പറയാം. ഈ കോളർ കൈൻഡ് ഓഫ് ഈ ഒരു ലുക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടീഷർട്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ. അതിൻ്റെ കളറാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ഒരു ക്ലാസിക് ലുക്ക് തരുന്ന ഒരു കളറാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. മെറ്റീരിയൽ തിന്നാണ്, കോട്ടൺ എന്നാണ് കൊടുത്തിട്ടുള്ളെങ്കിലും ഭയങ്കര തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. കറക്റ്റ് കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ലിറ്റിൽ ബിറ്റ് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കമ്മീസോളൊക്കെ ഇട്ട് പെയർ ചെയ്താൽ മതി. സ്ലീവ്സ് ആണെങ്കിലും ഷോർട്ട് സ്ലീവ് ആണ്. സ്ലീവ്സിൽ ഇതേപോലെ ബ്ലാക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ബാക്ക് ഇതേപോലെയാണ്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സോളിഡ് പാറ്റേണിൽ വരുന്ന ഒരു ക്രോപ്പ് ടീഷർട്ടാണ്. നമുക്ക് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് സ്കേർട്ട് ആണെങ്കിലും നല്ല ലുക്കായിരിക്കും. നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും ഇത് നമ്മുടെ ലുക്കൊക്കെ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ഇവിടെ ഇങ്ങനെ ബട്ടൺ ക്ലോഷറൊന്നും ഇല്ല കേട്ടോ. ഇത് പ്ലെയിൻ ആണ്. ഇതേപോലെ വേറെ വർക്കൊന്നും ഇവിടെ കൊടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു എന്നാൽ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ടീഷർട്ടാണ്. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. 166 റുപ്പീസേ ഉള്ളൂ. ആ ഒരു റേറ്റിന് ഇത് നല്ല വർത്താണ് കേട്ടോ. ഞാൻ മേടിച്ചിട്ടുള്ളത് മീഡിയം സൈസാണ്. എനിക്കിത് കറക്റ്റാണ്. സെക്കൻഡ് വൺ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ടോപ്പാണ്. ഇത് ലേസ് ടോപ്പാണ്. ലാവൻഡർ ഡിസൈനിൽ വരുന്നതാണ്. ഞാൻ ഇത് ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു കളർ കോംബോ ആണ്. നല്ല അടിപൊളി കളറല്ലേ, ഒരു ലാവൻഡർ ആൻഡ് വൈറ്റ് കോംബോ എന്ന് പറയുന്നത് ക്യൂട്ടായിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇതേപോലെ ലേസ് ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലൊരു റിബൺ നോട്ട് ഉണ്ട്, അത് ക്യൂട്ടായിട്ടുണ്ട്. ഈ ലേസ് സ്ലീവ്സിലും ഇങ്ങനെ ലേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ ഇത്. നല്ല തിക്കാണ്, നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് 242 റുപ്പീസാണ്. ഈ ഒരു റേറ്റിന് ഇതെനിക്ക് കൈ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായി. കാരണം ഇത്രയും ക്വാളിറ്റി ഉണ്ടാവും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ ഇതേപോലെ ഇങ്ങനെ മെറ്റീരിയൽ കണ്ടോ, ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് പോലൊരു ഡിസൈൻ വരുന്നുണ്ട്. ബട്ട് എനിക്കിതിൻ്റെ സ്ലീവ്സിൻ്റെ ഫിറ്റിംഗ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതും കുഴപ്പമില്ല. ഞാൻ മേടിച്ചിട്ടുള്ളത് XL സൈസ് ആട്ടോ. സ്ലീവ്സിൻ്റെ മാത്രമേ പ്രശ്നമുള്ളൂ. ബട്ട് ബോഡി ഫിറ്റിങ്ങിലൊക്കെ കറക്റ്റാണ്. ഞാൻ മേടിച്ചിട്ടുള്ളത് XL സൈസാണ്. ഇത് സൈഡിൽ ഇതേപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്റ്റഫിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമുക്കിത് വൈറ്റ് സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്താൽ കിടലിനായിരിക്കും, അല്ലെങ്കിൽ ഡെനിം സ്കേർട്ടിൻ്റെ കൂടെ, ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ് സൈറ്റിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക്, ലൈറ്റ് ബ്ലൂ, ഓറഞ്ച് ഒക്കെ വരുന്നത്, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഒരു പെപ്ലം കൈൻഡ് ഓഫ് ടോപ്പാണേ. ഇത് ഫുൾ സ്ലീവ്സിലാണ് വരുന്നത്. സ്ലീവ്സ് എൻഡിൽ ഇതേപോലെ ഒരു ചെറിയ എലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ ലെങ്ത് കൂടിപ്പോയാൽ നമുക്ക് കയറ്റി വെക്കാൻ പറ്റും. പിന്നെ ഇതവിടെ ഫുൾ ഇങ്ങനെ ബട്ടൺ ക്ലോഷേഴ്സ് ഉണ്ട്. സിമ്പിൾ നോർമൽ ആയിട്ടുള്ളൊരു ബട്ടനാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെ ഇങ്ങനെ ഒരു പെപ്ലം കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് വരുന്നത്. ചെക്ക്ഡ് പാറ്റേണിലാട്ടോ വരുന്നത്. ഇത് നെക്ക് ഇങ്ങനെ കയറിയ നെക്കാണ്, ഹൈ നെക്കാണ് വരുന്നത്. നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. നല്ല തിക്കായിട്ടുള്ളതാണ്. നല്ല കോട്ടൺ ബ്ലെൻഡിൽ വരുന്നതാണ്. നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. 244 റുപ്പീസ് ഉള്ള ആ ഒരു റേറ്റ് ഇത് ഭയങ്കര വർത്താണ്. കാണുമ്പോൾ ഒരു നോർമൽ ടോപ്പ് പോലെയാണ്. നമുക്കിത് ലൂസ് ഫിറ്റ് ജീൻസിൻ്റെ കൂടെയും പാൻസിൻ്റെയും ട്രൗസേഴ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് നല്ലതായിരിക്കും. നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും ഇതിൻ്റെ ലുക്ക് എൻഹാൻസ് ചെയ്ത് നിൽക്കുക. കാണുമ്പോൾ ഒരു നോർമൽ ടോപ്പാണ്, പക്ഷേ സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഇത് ഇത്രയും ഇങ്ങനെ ബട്ടൺ ക്ലോഷേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ മേടിച്ചിട്ടുള്ളത് മീഡിയം സൈസാണ്. എനിക്കിത് കറക്റ്റാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലെതർ ടോട്ട് ബാഗാണ്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബാഗാണ്. ഇവിടെ ഇങ്ങനെ ബെൽറ്റ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്കിവിടെ ഹോൾസും ഉണ്ട്. നമുക്ക് ലെങ്ത് എത്ര വേണം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഇങ്ങനെ ഓപ്പണിങ് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. വേറെ ഒരു കമ്പാർട്ട് ചെയ്യാൻ പറ്റും. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബാഗാണ്. അത്യാവശ്യം വെയിറ്റ് എല്ലാം ഇതിൽ നമുക്ക് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിടിലൻ ബാഗാണ് കേട്ടോ. ഈ 265 റുപ്പീസിന് നല്ല വർത്ത് ആയിട്ടുള്ളൊരു ബാഗാണ്. ഇതിൻ്റെ ബ്ലാക്ക് കളർ ഒക്കെ സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ.
ആൻഡ് നമുക്കിത് ഫോർമൽസിൻ്റെ കൂടെയും കാഷ്വൽസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നൊരു നല്ല ബാഗാണ്. നെക്സ്റ്റ് വൺ ഒരു ഫ്ലവർ പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു ടീഷർട്ടാണ്. ഇതിന് 166 റുപ്പീസേ ഉള്ളൂ. ഇത് ഓവർ സൈസ് എന്നാണ് പറഞ്ഞെങ്കിലും ഞാൻ മേടിച്ചിട്ടുള്ളത് സ്മോൾ സൈസാണ് കേട്ടോ. ഞാൻ ഇതിൽ സൈഡിൽ പിക്ക് കണ്ടപ്പോൾ നല്ല ഓവർ സൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ സ്മോളാണ് ഓർഡർ ചെയ്തത്. എനിക്കിത് നോർമൽ ആയിട്ടൊരു ടീഷർട്ടേ ആയിട്ടേ ഉള്ളൂ. കാരണം നല്ല ഫിറ്റ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ളൊരു ടീഷർട്ട്, ഓവർ സൈസ്ഡ് ആണെന്ന് പറയില്ല. പക്ഷെ ഞാൻ റിട്ടേൺ ഒന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ മേടിച്ചിട്ടുള്ളത് സ്മോൾ സൈസാണ്. ഇത് കോട്ടൺ എന്ന് പറയുമ്പോൾ കോട്ടൺ മെറ്റീരിയൽ അല്ല, നല്ല തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. പക്ഷേ ഫാബ്രിക് ഒക്കെ നല്ലതാട്ടോ. ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ഫ്ലവർ പാറ്റേണിലൊക്കെ വരുന്നത് നല്ലൊരു ഡിസൈനാണ് വരുന്നത്. സ്ലീവ്സ് ഒക്കെ ഇതേപോലെ. എനിക്കിത് കറക്റ്റ് നോർമൽ ആയിട്ടുള്ളൊരു ടീഷർട്ട് ലുക്കായിട്ട് തരുന്നുള്ളൂ. ഞാൻ സ്മോൾ മേടിച്ചുകൊണ്ടാണ്. അപ്പോൾ ലാർജ് അല്ലെങ്കിൽ എക്സൽ മേടിച്ചാലാണ് ഒരു ഓവർ സൈസ്ഡ് ലുക്ക് നമുക്ക് കിട്ടുക. നല്ല ഡിസൈനാണ്. മെറ്റീരിയൽ നല്ല തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ബട്ട് വേറെ നോക്കുമ്പോൾ നല്ല അടിപൊളി ടീഷർട്ടാണ്. ഈ ഒരു റേറ്റിന് ഇത് വർത്താണ്. നമുക്കിത് വൈറ്റ് സ്കേർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെയർ ചെയ്താൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഡെനിംസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്താലും ജീൻസിൻ്റെ കൂടെയും ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നൊരു നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ടീഷർട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഫ്ലവർ ഡിസൈനാണ് നല്ല ഹൈലൈറ്റ് നിൽക്കുന്നത്. നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടീഷർട്ടാണ്. സോ ഇന്നത്തെ മീഷോ ഹോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.